കൂട്ടുകാരെ, ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് കാട്ടാടും കലമാനും. ദാഹിച്ചു വലഞ്ഞ ഒരു കാട്ടാട് ഒരു നീരുറവ കണ്ടെത്തി. അല്പം വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അതേസമയം ഒരു കലമാനും വെള്ളം കുടിക്കാൻ അവിടെ എത്തി. "ഞാനല്ലേ ആദ്യം എത്തിയത്, എനിക്കാണ് ആദ്യം വെള്ളം കുടിക്കാനുള്ള അവകാശം" എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടാട് വെള്ളം കുടിക്കാൻ തുടങ്ങി. കലമാൻ കാട്ടാടിനേക്കാൾ ആർത്തിയോടെ വെള്ളം കുടിക്കാനാഞ്ഞു. അവന് കാട്ടാടിനേക്കാൾ ദാഹമുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒന്നിച്ചു നിന്ന് വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യം അവിടെയില്ലായിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് രണ്ടു കൂട്ടരും തയ്യാറില്ല. അവർ ഇരുവരും ഏറ്റുമുട്ടി. കലമാൻ കാട്ടാടിനെ ഇടിച്ചു മാറ്റി. കാട്ടാട് ഈ അനീതി സഹിക്കാൻ തയ്യാറായില്ല. "ആദ്യം വന്ന ഞാൻ ആദ്യം വെള്ളം കുടിക്കുക തന്നെ ചെയ്യും" എന്ന് പറഞ്ഞവൻ കലമാനിനെ ആഞ്ഞൊരിടി. കലമാനും വിടാൻ ഭാവമില്ല. രണ്ടുപേരും ഇടിയുടെ ശക്തി കൂട്ടി. വെള്ളം കുടിക്കാനാണ് തങ്ങൾ വന്നതെന്ന കാര്യം അവർ മറന്ന പോലെയായി. ഇപ്പോൾ കലമാനിൻ്റെ ലക്ഷ്യം കാട്ടാടിനെ ഇടിച്ചു തറ പറ്റുക എന്നത് മാത്രമാണ്. കാട്ടാടിനാകട്ടെ പോരിൽ വിജയിക്കുക എന്ന് മാത്രമായിരുന്നു വിചാരം. രണ്ടുപേരും എതിരാളിയുടെ കരുത്തുള്ള ഇടിയേറ്റ് അവശരായി. ആകാശത്ത് വട്ടമിട്ട് പറന്നിരുന്ന കഴുകന്മാർ ഈ കാഴ്ച കണ്ടു. അവർക്ക് സന്തോഷമായി. കാട്ടാടും കലമാനും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഒരാൾ മരിച്ചു വീഴും. കഴുകന്മാർ കലമാനിൻ്റെയും കാട്ടാടിൻ്റെയും മരണം കാണാൻ മരത്തിന് മുകളിൽ കാത്തിരിപ്പ് തുടങ്ങി. എതിരാളിയെ ഇടിക്കുന്നതിനിടയിൽ കണ്ണുകൾ മേലോട്ടുയർത്തി നോക്കിയ കാട്ടാട് കഴുകന്മാരുടെ കാത്തിരിപ്പ് കണ്ടു. അവൻ ഇടിക്കാനുള്ള ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചിട്ട് ശാന്തസ്വരത്തിൽ കലമാനിനോട് പറഞ്ഞു: "മതി ചങ്ങാതി ഈ മരണപരാക്രമം. താങ്കൾ വേണമെങ്കിൽ ആദ്യം വെള്ളം കുടിച്ചുകൊള്ളൂ. ഇങ്ങനെ നാം ഇടികൂടി മരിച്ചിട്ട് എന്തു ഫലം? നമ്മുടെ മരണം കാത്ത് മരത്തിലിരിക്കുന്ന കഴുകന്മാർക്ക് മാത്രമേ നമ്മുടെ വഴക്കുകൊണ്ട് നേട്ടമുള്ളൂ." ഇത് കേട്ടപ്പോൾ കലമാനിനും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അവർ സംഘട്ടനം മതിയാക്കി. ഈ കഥയുടെ ഗുണപാഠം: വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങാതെ മത്സരിച്ചാൽ നേട്ടമല്ല, നഷ്ടമാണുണ്ടാവുക. നഷ്ടത്തിൽ നിന്ന് അന്യർ മുതലെടുപ്പ് നടത്തിയെന്നും വരാം.